ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി. പിന്നെ ഡിക്കും ഒക്കെ നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പൊ അങ്ങനെ അത്ര തന്നെ. പലപ്പോഴും അല്ലേ നമുക്ക് ആദ്യമെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ, അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ്. ഹായ് 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 ഹായ്. അപ്പൊ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അനിയത്തിന്റെ കല്യാണം. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ? നല്ല അടിപൊളിയായിട്ട് പോയി. എല്ലാം വളരെ ചെറിയ പരിപാടിയായിരുന്നു. അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായിരുന്നു. എങ്ങനെയാണ് ശരിക്കും ഇതൊരു ലളിതമായിട്ട് നിങ്ങളെങ്ങനെ ഇത് നടത്തണം എങ്ങനെ തീരുമാനിച്ചത്? അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചുപേരേ ഉള്ളൂ. അപ്പം ആ കുറച്ചുപേരെ വിളിച്ച് ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തി. ഇനിയിപ്പോ ഇതിന്റെ റിസപ്ഷൻ കാര്യങ്ങളില്ല, അങ്ങനെയൊന്നുമില്ല. 3 പരിപാടികൾ ഉണ്ടായിരുന്നു. ഹൽദി, കല്യാണം കഴിഞ്ഞു, വിഷിംഗ് ദ കപ്പിൾ ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ നടന്നു എല്ലാം. പുതിയ പ്രൊജക്ട് എന്തെങ്കിലും? ഇല്ല, ഞാനിപ്പോൾ മൂവീസ് ഒന്നും ചെയ്യുന്നില്ല. മിസ് ചെയ്യോ? അവൾ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്, എപ്പോഴോ കാണാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീട്ടിന് ഒരു 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ അവിടെ താമസിക്കായിരുന്നു. സോ ആ പ്രശ്നമൊന്നുമില്ല. അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞു. സോ എവിടെയും പോകുന്നില്ല. അവിടെ സെയിമാണ്. വീട്ടിലുള്ള പോലെ സെയിം ആയിരുന്നു. അവര് പണ്ടത്തെ പോലെ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടുന്നില്ലല്ലോ. അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്. അനിയത്തി പറഞ്ഞു ഒരുമിച്ചൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. അതാണ് രാത്രി നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്. അത് മാത്രം മിസ് ചെയ്യുന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഹാപ്പിയാണ്. എല്ലാം നല്ല പോലെ തന്നെ നടന്നു. കല്യാണം കഴിഞ്ഞു, വിഷിംഗ് ദ കപ്പിൾ. ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞല്ലോ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലോ. Wishing them a very happy married life. Thank you. എല്ലാവരും സൗണ്ട് ഉണ്ട്. വീട്ടിലിനി വിഷമമുണ്ട്. നമ്മൾക്ക് ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഞാനും ഓസിയും ഇഷാനൊക്കെ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. അപ്പൊ അത് മിസ് ചെയ്യും ഞാൻ. എല്ലാവരും സൗണ്ട് ഒരുപോലെ പോയി. അതെ, എല്ലാവരുടെയും പോയി. താങ്ക് യു. ഭക്ഷണത്തിൻ്റെ എവിടെയാണ്, കല്യാണത്തിൻ്റെ എവിടെയാണെങ്കിലും ചെറിയ തോതിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് നമുക്ക് പഠിപ്പിച്ചെന്ന് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും. അനാവശ്യ ദൂർത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തുല്യമാണ്. പക്ഷേ അപ്പോൾ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും എൻ്റെ ഭാര്യയൊക്കെ ട്രിവാൻഡ്രത്തുകാരാണ്. എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡ്രമാണ്, അശ്വിൻ്റെ വീട്ടുകാർ. അപ്പോൾ വളരെയധികം വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹം